ഇപ്പോൾ ഒരു സിഗ്നൽ ഉണ്ട്. ആ സിഗ്നൽ 8 മീറ്റർ ആഴത്തിലാണ്. ആ സിഗ്നൽ കുറച്ച് സ്ട്രെങ്ത് ഉള്ള സിഗ്നൽ, ഒരു വാഹനത്തോളം പോകുന്ന സിഗ്നലാണെന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഫേക്ക് സിഗ്നൽ പോലെയല്ല ഇത്. കുറച്ചൊന്ന് പ്രതീക്ഷ തോന്നുന്നു. അപ്പോഴും പ്രശ്നം ആകാശം ഇരുണ്ടു വരികയാണ്. നമ്മൾ നേരത്തെ ഒരു പെരുമഴ കണ്ടു. ഉച്ച കഴിയുമ്പോഴേക്കും വലിയ മഴ പെയ്യും എന്ന പ്രവചനവുമുണ്ട് അരുൺ. ഹാഷ്മി, ശക്തമായ മഴയാണ് ഈ പ്രദേശത്ത് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നമ്മൾ 2-3 ദിവസമായി ഇവിടെ ക്യാമ്പ് ചെയ്യുന്ന സമയത്ത് ഇവിടെ പുറത്തിറങ്ങി നിൽക്കാൻ പോലും, ഈ ഗംഗാവലി പുഴയോരത്ത് നിൽക്കാൻ പോലും കഴിയാത്ത മഴ അതിശക്തമായി പെയ്യുന്നു. കൊടും കാറ്റുമാണ്, നമ്മളെ എടുത്തുകൊണ്ട് പോകുന്നുള്ള കാറ്റാണ്. ശക്തമായ കാറ്റുമുണ്ട്. ഒപ്പം ഈ കർണാടക ഉൾവനത്തിൽ ഇപ്പോഴും മഴ ശക്തമായി കൊണ്ടിരിക്കുകയാണ്. ഈ പുഴയുടെ ആ ദൃശ്യങ്ങളൊന്നും നമുക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. പുഴ കലങ്ങി മറിഞ്ഞു പോവുകയാണ്. അടിയൊഴുക്ക് ശക്തമായി തന്നെ ഉണ്ട്. ഈ ദിനംപ്രതി ഈ വെള്ളം കരയോടടുക്കുന്നു. അതായത് പല സ്ഥലങ്ങളും, താഴ്ന്ന പ്രദേശങ്ങളൊക്കെ തന്നെ വെള്ളത്തിൽ കയറുന്ന ഒരു സ്ഥിതിയുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ഭാഗത്ത് നിന്ന് തൊട്ടപ്പുറത്തെ കരയിലേക്ക് ഈ മല ചുറ്റി വരണമെങ്കിൽ ഏകദേശം 35 കിലോമീറ്ററോളം ദൂരമുണ്ട്. ആ 35 കിലോമീറ്ററോളം ദൂരം ഈ പുഴ ഒഴുകുമ്പോൾ ആ ഭാഗത്തൊക്കെ പല വീടുകളിലും വെള്ളം കയറുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. അങ്ങനെ ഒരു ഭയാനകമായ ഒരു സാഹചര്യം നിലവിലുണ്ട്. ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് എങ്ങനെയാണ് ഈ പുഴയിൽ തിരച്ചിൽ നടത്തുക എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ പുഴയിലെ പരിശോധന, ഉറപ്പായ പുഴയിലെ പരിശോധന ഇപ്പോൾ കേന്ദ്രീകരിക്കുമെന്ന് അറിയില്ല. മാത്രമല്ല അത് ഏതാണ് അസാധ്യമാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മളിപ്പോൾ കരയിൽ നടത്തുന്ന തെരച്ചിൽ എത്രത്തോളം സങ്കീർണമാണ്, അതിൻ്റെ ഒരു 10 മടങ്ങ് സങ്കീർണതയാണ് ഗംഗാവലി പുഴയിലേക്ക് പരിശോധനയ്ക്ക് ഇറങ്ങുകയാണെങ്കിൽ. എന്തായാലും ആ പരിശോധന അർജുനും വണ്ടിക്ക് വേണ്ടി ഉണ്ടാവാതിരിക്കട്ടെ എന്നതാണ് പ്രതീക്ഷ, പ്രാർത്ഥന. ഇപ്പോൾ നടക്കുന്ന മൺകൂനയിൽ 2 മൺകൂനയുണ്ട്. അതല്ല, അതിനപ്പുറത്ത് ചുറ്റുമൊക്കെ മണ്ണ് വേറെയും കിടപ്പുണ്ട്. അപ്പോൾ ഈ സിഗ്നൽ കിട്ടി എന്ന് പറഞ്ഞാൽ വളരെ വിശ്വസിക്കാവുന്ന സ്ട്രെങ്തുള്ള സിഗ്നൽ കിട്ടിയ ആ മൺകൂനയിലേക്ക് പരിശോധന ആഴത്തിലിറങ്ങുമ്പോഴേക്കും ഉറപ്പായും പ്രതീക്ഷയുള്ള ഒരു വാർത്ത ഇന്ന് തന്നെ വരാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷ. അതിനിടയിൽ വരുന്ന പ്രതിസന്ധി മഴയാണ്. റീത്ത് ഇപ്പോൾ നേരത്തെ രാവിലെ ഒരു മഴ പെയ്ത് തോർന്നാണ്. അതിനുശേഷം ഏതാണ്ട് ചെറിയൊരു വെയിൽ വരുന്ന പോലെ വന്നിരുന്നു. രക്ഷാദൗത്യത്തിന് ഏറ്റവും ആപ്റ്റായ സമയമായിരുന്നു ആ സമയം. പക്ഷെ അത് കഴിയുമ്പോഴേക്കും ഒരു മഴ പെയ്തു. ഇപ്പോൾ വരുന്ന കാലാവസ്ഥാ പ്രവചനം ഉച്ച കഴിയുമ്പോഴേക്കും പെരുമഴ പെയ്യും എന്ന് പറഞ്ഞാൽ വലിയ കൊടുങ്കാറ്റിന് സമാനമായ കാറ്റടിക്കുന്ന വലിയ പെരുമഴ പെയ്യുമെന്ന് പറഞ്ഞു. ആ പെരുമഴ പെയ്യുകയാണെങ്കിൽ അത് രക്ഷാദൗത്യത്തെ അതിന് വീണ്ടും തിരിച്ചടിയാകും. അങ്ങനെ ആവാതിരിക്കട്ടെ. ഏതെങ്കിലും തരത്തിൽ ഇന്ന് തന്നെ ഒരു തീരുമാനം, ഇന്ന് തന്നെ എന്തെങ്കിലും ഒരു ശുഭസൂചകമായ, ഒരു പ്രതീക്ഷാനിർഭരമായ എന്തെങ്കിലും ഒരു വാർത്ത ആ പരിശോധക സംഘത്തിൽ നിന്ന് വരട്ടെ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇവിടെ ഗംഗ.